ഞങ്ങളിത് ബോട്ടിങ് പക്ഷെ ഞാൻ എൻ്റെ ഉമ്മ ഉപ്പ അനിയത്തി മാത്രമല്ല എൻ്റെ കുടുംബ ബന്ധം മൊത്തം ഉണ്ടെന്ന് വെച്ചാൽ എൻ്റെ ഉമ്മയുടെ ഫ്രണ്ടിൻ്റെ കുടുംബ ബന്ധം. അപ്പോൾ പിന്നെ അവരുടെ ഫ്രണ്ട്സ് കുറേ ചില്ലാക്കും. അപ്പം നമ്മുടെ ഇന്നത്തെ ഈ ബോട്ടിങ്ങിൽ നിങ്ങൾ കൂടി അവൈലബിൾ ആണ്. അപ്പോൾ കമോൺ ലെറ്റ്സ് ഗോ ആൻഡ് എൻജോയ്. ഞാൻ ഇവിടെ കുറേ നേരമായി വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്. കാരണം ഞാൻ കുറേ സമയമായി ഇവിടെ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്. കാരണം ഞാൻ ചിലർ നിസ്കരിക്കാൻ പോയി, ചിലർ റെഡി ആയിട്ടും പോലും ഇല്ല. ഞാൻ ഇവിടെ നല്ല സുന്ദര കുട്ടപ്പനായത് ഡ്രസ്സൊക്കെ മാറ്റിയിട്ടുണ്ട്. സോറി കുട്ടപ്പനല്ല കുട്ടപ്പി. ആഹാ ഞാൻ എൻ്റെ കൂടെ വരുന്നവരെല്ലാം ഞാൻ കാണിച്ച ശേഷം ഇത്തിരി സ്പീഡ് മോഷനാണ്. കണ്ടോ കുറേ കിടക്കണ്ടല്ലേ. മിനിക്കുട്ടി അവിടെ ഇരുന്നിട്ട് മുടി ജീകുവാണ് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ കുറേ പേര് നിസ്കരിക്കാനും റെഡിയാകാനൊക്കെ കയറിയത്. ഇതാണ് സംഭവം. ഞാൻ പറഞ്ഞത് ഇപ്പോൾ ശരിയായിട്ടില്ലേ. അപ്പം ഞാൻ ഭയങ്കര ത്രില്ലിരിക്കുവാണ്. നിങ്ങൾ എൻ്റെ ഇപ്പോൾ ത്രില്ലല്ലേ? കമോണത്തെ നിങ്ങൾ സമ്മതിക്കണം. ഞാൻ എത്ര നേരായി നിന്നോണ്ടിരിക്കുന്നത്. ഞാൻ ഇവിടെ കിടന്ന് ഉറങ്ങി. ഓക്കെ അപ്പോൾ നമ്മുടെ കുറേ പേരൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞതിൽ ഞാൻ ഷൂ വന്നിട്ടിട്ടില്ല. എന്നാലും എല്ലാവരും ഇറങ്ങുമ്പോൾ ഷൂറാണ് ഞാൻ വിചാരിച്ചത്. ഇവരുന്നുണ്ട് റെഡിയായി വരാത്ത എനിക്ക് ഇത്ര ഉള്ളതായിട്ട് ഞാൻ പറഞ്ഞു. ഞാൻ കുറേ സമയമായി വിളിക്കുന്നു. കണ്ട കുറേ പേര് റെഡി ആയിട്ട് മൂലമില്ല. ഞാൻ ആ സോഫയിൽ കുറേ സമയം ഇരിക്കുന്നു. അപ്പോൾ എല്ലാവരും റെഡി ആയിട്ടുണ്ട്. ഇതേ മിനൂട്ടി, ഐഷ, ഇതൊക്കെ ഇതാണ് സജാസ്, ഇത് അവരുടെ ഉമ്മ, അതെല്ലാം സെറ്റപ്പ് കഴിച്ച് വെച്ചിട്ടുണ്ട്. ഇതുണ്ട്. അപ്പോൾ നമ്മൾ ബോട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ബോട്ടിലൊക്കെ നമ്മൾ എത്തിയിട്ടുണ്ട്. അവരുണ്ടൊരു ബാക്കിൽ കയറിയത്. ബോട്ടിൽ നിന്നല്ലേ നീങ്ങാൻ തുടങ്ങിയിട്ടില്ല. നീങ്ങുമ്പോൾ നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ ഗായ്സ് ഞാൻ ബോട്ടിൽ പോകുമ്പോൾ നോക്കാൻ പറ്റില്ല. കാരണം ഒരുപാട് അപ്പോൾ ഞാനിവിടെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് എല്ലാവരും ഫുഡ് കഴിച്ച് കഴിഞ്ഞ് കേക്ക് കഴിച്ച് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ബ്ലോഗ് എടുക്കാൻ